ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ലൈക്ക് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു വലിയൊരു മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആൻഡ് കൺസർവേഷൻ മെഷർ റിലേറ്റീവ്ലി ലെസ് ഇമ്പോർട്ടൻറ്റ്. ചോദിച്ചാലായി ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിനകത്ത് ആകെ പഠിക്കേണ്ടത് ഫണ്ടമെന്റൽസ് മാത്രമാണ്. വളരെ ഫണ്ടമെന്റൽസ് ആണ് ഇതിനകത്ത് നോക്കേണ്ടത്. ദിസ് ഹാസ് സം കണക്ഷൻ വിത്ത് ജോഗ്രഫി ഓൾസോ. ഇതിനകത്ത് ഞാൻ ജോഗ്രഫി പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ജോഗ്രഫി പോർഷൻസ് ഉണ്ട്. ജോഗ്രഫി ഒട്ടും ബേസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. സ്റ്റിൽ ഞാനത് സംഭവം മാനേജ് ചെയ്യാൻ. കാര്യം എനിക്ക് ജോഗ്രഫിയുടെ ആ പോർഷൻ കൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈമില്ല. എൻ്റെ ഒരു അജണ്ട അനുസരിച്ചിട്ട് എനിക്ക് ഇതൊന്ന് തീർക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ക്ലാസ്സിലേക്ക് കയറാം. ഓസോൺ ലെയർ ആൻഡ് ഡിപ്ലീഷൻ ഹാർഡ്ലി 3-4 ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട്. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് പഠിച്ച് പോയാൽ മതി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് തുടങ്ങാം. ഓസോൺ ലെയർ ആൻഡ് കൺസർവേഷൻ. അപ്പോൾ ബേസിക്സിൽ നിന്നാണ് ഞാൻ തുടങ്ങാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കുറേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല. നമുക്ക് പഠിക്കാനായിട്ടുള്ള വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. സോ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇത് ജോഗ്രഫിയുടെ വളരെ ബേസിക്സ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ അല്ലേ എല്ലാവരും? അറ്റ്മോസ്ഫിയറിൻ്റെ ബേസിക് ലെയേഴ്സും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അവിടുത്തെ സബ് ലെയേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഓരോ ലെയറിലും നടക്കുന്ന ഇവൻറ്റ്സ്, ഓരോ ലെയറിൻ്റെയും പ്രത്യേകത, ഓരോ ലെയറിൻ്റെയും ഹൈറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. സോ ക്യാൻ യു ടെൽ മീ അപ്രോക്സിമേറ്റ്ലി ഇൻ കിലോമീറ്റർ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ? എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചേക്കുക. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ? ഏത് ഏത് ഹൈറ്റ് മുതൽ ഏത് ഹൈറ്റ് വരെയാണെന്നുള്ളതൊന്ന് പറയാമോ? അപ്രോക്സിമേറ്റ്ലി ഒരു 12-50 കിലോമീറ്റർ എന്ന രീതിയിലും എടുത്താൽ മതി. അപ്രോക്സിമേറ്റ്ലി സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് 12-50 ഇവിടെയുണ്ട്. 12-50 കിലോമീറ്ററിലാണ്. 10-50 മതി. 10-50 അല്ലെങ്കിൽ 12-50 ആണ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ലെയർ സ്ട്രാറ്റോസ്ഫിയർ. പിന്നെ ഈ തെർമോസ്ഫിയറിൻ്റെ ഒരു സബ് ലെയർ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. തെർമോസ്ഫിയറിനെ കാണുന്ന ഈ ഒരു സബ് ലെയറിനെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. എന്താണ് അയണോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്നുള്ളത് നോക്കി വെച്ചേക്കാം. ഞാൻ പഠിപ്പിക്കുന്നില്ല. അയണോസ്ഫിയറിൻ്റെ പ്രത്യേകത വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തിനാണ് അയണോസ്ഫിയർ യൂസ് ചെയ്യുന്നത്? സാറ്റലൈറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അയണോസ്ഫിയറിന് വലിയ യൂസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ സാറ്റലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് അയണോസ്ഫിയറിന് വളരെ വലിയൊരു യൂസ് ഉണ്ട്. ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഫിയർ ആണ് അയണോസ്ഫിയർ. എന്താണെന്നുള്ളത് നോക്കി വെച്ചേക്കാം. അയണോസ്ഫിയറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കി വെച്ചേക്കാം. അതൊരു വർക്കാണ്. ഈ വീഡിയോ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടുമ്പോഴത്തേക്ക് അയണോസ്ഫിയർ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇവിടെ നോക്കേണ്ട വേറൊരു ടേമാണ് കാർമൻ ലൈൻ. കാർമൻ ലൈൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 100 കിലോമീറ്റർ ആണ് കാർമൻ ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇമാജിനറി ലൈനാണ് വിച്ച് ഡിമാർക്കേറ്റ്സ് ഔട്ടർ സ്പേസ്. കാർബൺ ലൈനിന് പുറത്തേക്ക് ഔട്ടർ സ്പേസും അതിനകത്തേക്ക് അറ്റ്മോസ്ഫിയറും, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ. അതിനെയാണ് കാർബൺ ലൈൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുവിധപ്പെട്ട വെതർ ഇവൻറ്റ്സ് എല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് മുകളിലേക്ക് തൊട്ടടുത്ത് ട്രോപ്പോസ്ഫിയർ ഒരു 10 കിലോമീറ്റർ വരെ 10-12 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ ഉണ്ട്. ട്രോപ്പോസ്ഫിയറിന് സ്ട്രാറ്റോസ്ഫിയറിന് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു തിൻ ലെയർ കാണാനായിട്ട് കഴിയും. ആ തിൻ ലെയറാണ് നമ്മുടെ ഓസോൺ ലെയർ. ആദ്യം അറിയേണ്ട കാര്യം ഇതാണ്. അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറിൽ ആദ്യം അറിയേണ്ട കാര്യം ഇതാണ്. ഹോപ്പ് യു നോ ഇറ്റ്. ഞാൻ അതിൻ്റെ അകത്തേക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ ദിസ് ഈസ് എ ബേസിക് ലെയർ. ലീവ് ഇറ്റ്. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിത് പോർഷൻ തീർക്കാന്നുള്ളതാണ് ഉദ്ദേശം. രണ്ടാമത്തെ ഇവിടെ നോക്കേണ്ടത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ യൂഷ്വലി പറയാറുള്ളൊരു ടേം ഉണ്ട് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ബന്ധപ്പെട്ടിട്ട്. ലാപ്സ് റേറ്റ്. ലാപ്സ് റേറ്റ്. അറ്റ്മോസ്ഫിയറിൻ്റെ ജനറൽ ടെൻഡൻസി എന്ന് പറയുന്നത് ജനറലി
ആസ് വി ഗോ ഹയർ ടെമ്പറേച്ചർ കുറയുക എന്നുള്ളതാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ജനറൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുമ്പോൾ ഓരോ 1 കിലോമീറ്ററിലും എനി ഐഡിയ എത്ര വെച്ച് കുറയുന്നുള്ളത്? നമ്മൾ മുകളിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് അല്ല, മുകളിലേക്ക് പോകുന്നത് എത്ര വെച്ച് കുറയുന്നുണ്ട്? എനി ജോഗ്രഫി സ്റ്റുഡൻറ്റ്, വാട്ട് ഇസ് ദ ലാബ് സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ? നിങ്ങൾ നോക്കിയാൽ ഇതും ഒന്ന് കമന്റ് ചെയ്താൽ മതി. വാട്ട് ഇസ് ദ ലാബ് സ്റ്റേറ്റ്? അറ്റ്മോസ്ഫിയറിൽ നെഗറ്റീവ് ലാബ് സ്റ്റേറ്റ് വരുന്ന കണ്ടീഷൻ വിളിക്കുന്ന പേരെന്താ? ജോഗ്രഫിയാണ്, ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതാണ്. അറ്റ്മോസ്ഫിയറിൽ നെഗറ്റീവ് ലാബ് സ്റ്റേറ്റ് വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ടെമ്പറേച്ചർ ഇൻവേർഷൻ. യെസ്, ടെമ്പറേച്ചർ ഇൻവേർഷൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി നെഗറ്റീവ് ആണ്. മുകളിലോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത്. മീസോസ്ഫിയറിലും കണ്ടോ, ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂൾ സ്പോട്ടാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. പക്ഷെ രണ്ട് സ്ഥലത്താണ് ടെമ്പറേച്ചർ ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. അതായത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടി വരുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം, തെർമോസ്ഫിയറിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം. തെർമോസ്ഫിയറിലും സ്ട്രാറ്റോസ്ഫിയറിലും നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് ലാബ് സ്റ്റേറ്റ് ആണ്. നെഗറ്റീവ് ലാബ് സ്റ്റേറ്റ് ഇൻ ദ സെൻസ് ഓൾറെഡി ലാബ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറവാണ്. നെഗറ്റീവ് ലാബ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നെഗറ്റീവ് മീനിങ് ടെമ്പറേച്ചർ കൂടി വരും. യൂഷ്വലി കാണുന്നതിൽ നിന്ന് ടെമ്പറേച്ചർ കൂടി വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ രണ്ട് ലെയറിൽ കാണാൻ കഴിയുന്നത്, സ്ട്രാറ്റോസ്ഫിയറിലും തെർമോസ്ഫിയറിലും കാണാൻ കഴിയുന്നത്. സോ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ, ഞാൻ പറഞ്ഞ പോലെ സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുന്നു. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് വീൽ ഡിസ്കസ്. തെർമോസ്ഫിയറിൽ കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഹിന്റ് തരാം. ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് അയണോസ്ഫിയർ. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് 3 ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ 3 ക്വസ്റ്റ്യൻസ് ചെയ്യുക. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് അയണോസ്ഫിയർ? വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് ലാബ് സ്റ്റേറ്റ്? മൂന്നാമത്തേത്, വൈ തെർമോസ്ഫിയർ ഷോസ് a temperature inversion? ഈ 3 ക്വസ്റ്റ്യനും കമൻറ്റ് ആൻസേഴ്സ് നാളെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുക. ഇത് 3 നിങ്ങൾ തന്നേക്കാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ എന്തുകൊണ്ടാണെന്നുള്ളത് വിൽ സ്റ്റഡി. ഇത് രണ്ടും ബേസിക്സ് ആണ്. നമ്മൾ ഓസോൺ പഠിക്കാൻ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ബേസിക്സുകൾ ഞാൻ മനസ്സിൽ തരുകയാണ്. ദിസ് ഈസ് വൺ തിങ്. മൂന്ന് ചേട്ടെ, കുഴപ്പമില്ലല്ലോ? ശരി, മൂവിങ് ഓൺ. നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കാര്യമാണ് ഓസോൺ. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം, ഞാൻ നോട്ട് എടുത്തോട്ടെ. You can write down ozone. ഒന്ന് നോട്ട് എടുത്തോട്ടെ ഒന്ന്. ഓക്കെ, സോ കെമിക്കലി പറയാനാണെന്നുണ്ടെങ്കിൽ ഓസോൺ ഈസ് ട്രിപ്പിൾ ഓക്സിജൻ മോളിക്യൂൾ. എന്താണ് ഓസോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസോൺ ഈസ് എ ട്രിപ്പിൾ ഓക്സിജൻ മോളിക്യൂൾ. യൂഷ്വലി ഓക്സിജൻ എന്ന് പറയുന്നത് 2 ഓക്സിജൻ ആറ്റംസ് ചേർന്നതാണ്. ഓസോണിലേക്ക് എത്തുമ്പോഴത്തേക്ക് O3 ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. 3 ഓക്സിജൻ ചേർന്നിട്ടുള്ള ഒരു മോളിക്യൂളിനെയാണ് ഓസോൺ എന്ന് വിളിക്കുന്നത്. സോ ഓസോൺ ഈസ് പ്രൈമർലി എ ഗ്യാസ്.
ഗ്യാസ്. ഈ പേര് വരാൻ കാരണം ഓസോൺ എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു പഞ്ചൻ സ്മെൽ, ഒരു ഹാർഷ് സ്മെൽ എന്നൊരു അർത്ഥത്തിൽ നിന്നാണ് ഈ ഓസോൺ, ഒസീൻ എന്ന വേർഡിൽ നിന്നാണ് ഈ ഓസോൺ എന്ന് പറയുന്ന ടേം വരുന്നത്. ഓക്കെ, ഇതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ ഈസ് നോട്ട് ബ്രീത്തബിൾ. ഓസോൺ ഈസ് നോട്ട് എ ബ്രീത്തബിൾ ഗ്യാസ്. ആലോചിച്ച് വെച്ചേക്കാം. ഞാൻ എൻ്റെ പ്രോപ്പർട്ടീസ് താഴേക്ക് എഴുതാം, ഒരു സെപ്പറേറ്റ് പേപ്പറായിട്ട് എഴുതാം. സോ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓസോൺ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്നെന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രിപ്പിൾ ഓക്സിജൻ മോളിക്യൂൾ. രണ്ടാമത്തേന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബ്രീത്തബിൾ. It's not breathable. Usually present in both troposphere and stratosphere. Stratosphere 10:90 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. 10% ട്രോപ്പോസ്ഫിയറിൽ, 90% സ്ട്രാറ്റോസ്ഫിയറിലായിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് എ സ്ട്രോങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഏജന്റ്. കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതുകയാണ്. ഇറ്റ് ഗോട്ട് എ സ്ട്രോങ് പഞ്ചന്റ് ഓർഡർ. ഓക്കെ, കെമിക്കലി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലി യൂസ്ഡ് ആസ് a cleaning agent, bleaching agent in leather industry, textile industry, etc. പല ഏരിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓസോൺ ക്യാൻ കെമിക്കലി റിമൂവ് മെനി പൊല്യൂട്ടൻസ്. ഒത്തിരി പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഓസോണിന് പറ്റുന്നുള്ളതാണ്. ഇത്രയാണ് ജനറൽ പ്രോപ്പർട്ടീസിൽ പഠിച്ചു വയ്ക്കേണ്ടത്. ജനറൽ പ്രോപ്പർട്ടീസ് ക്ലിയർ ആണോ? ഓക്കെ, അറിഞ്ഞോ ശരിക്കും? ഇതിനകത്ത് നമുക്ക് ഈ പോയിന്റാണ് നമുക്ക് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. പ്രസന്റ് ഇൻ ബോത്ത് ട്രോപ്പോസ്ഫിയർ ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മൾ കണ്ടായിരുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഇറ്റ് എക്സിസ്റ്റ് ആസ് എ തിൻ ലെയർ ഓഫ് 3 to 4 mm thickness. സ്ട്രാറ്റോസ്ഫിയറിൽ ഇറ്റ് എക്സിസ്റ്റ് ആസ് എ തിൻ ലെയർ ബിറ്റ്വീൻ ട്രോപ്പോസ്ഫിയർ ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ ആസ് എ തിൻ ലെയർ ഓഫ് 3 to 4 mm thickness. കാണുന്ന ഹൈറ്റ് അല്ല, ആ ഓസോൺ ലെയറിന്റെ തിക്നെസ് ആണ് പറയുന്നത്. അത്രയും ചെറിയൊരു ലെയർ ആണ്. ഓക്കെ, ദെൻ അടുത്ത വേറൊരു ബേസിക്സ് കൂടെ പറഞ്ഞതിന് ശേഷം ആ ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിത് പഠിച്ചായിരുന്നു ഏതെങ്കിലും? ഓക്കെ, പഠിച്ചായിരുന്നു. ശരി. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് നമ്മൾ ചെയ്ത ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. ബാക്കി ഈ വിസിബിൾ സ്പെക്ട്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിയാത്ത ആൾക്കാർ ആ വീഡിയോ, ഫസ്റ്റ് മൊഡ്യൂളിലെ വീഡിയോ നോക്കിയാൽ മതി. അതിനകത്ത് ഏതൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, തുടക്കത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ വാർമിംഗ് തുടങ്ങുന്ന വീഡിയോ ആണ്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോ നോക്കിയാൽ മതി. അതിനകത്ത് ഈ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരാളെ മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഗാമാ റേ, എക്സ്-റേ, UV-റേ, വിസിബിൾ റേ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ഓരോൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ UV മാത്രമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞ UV ഷോർട്ട് വേവ് റേഡിയേഷൻ ആണോ ലോങ് വേവ് റേഡിയേഷൻ ആണോ? നമ്മൾ അന്ന് പഠിച്ച അനുസരിച്ചിട്ട് ഇൻസുലേഷനകത്ത് ആരൊക്കെ വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, ഇൻസുലേഷനകത്ത് വരുന്നതിൽ മോർ ദാൻ 52% ലോങ് വേവ് റേഡിയേഷൻ ആണ്, IR അല്ലേ? ഒരു പിന്നെ അതിൽ കുറവേ ഉള്ളൂ ഈ വിസിബിൾ ലൈറ്റ്. പിന്നെ അതിലും കുറവാണ് ഷോർട്ട് വേവ് റേഡിയേഷൻസ്, അതാണ് UV റേഡിയേഷൻസ്.
ഓർമ്മയുണ്ടോ? ഷോർട്ട് വേവ് റേഡിയേഷൻസ് വന്ന് ലോങ് വേവ് റേഡിയേഷൻസ് ആയിട്ട് പോകുന്നത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച ഓർമ്മയുണ്ടോ? ക്ലിയർ അല്ലേ? എനർജി പുറത്തേക്ക് വിട്ടിട്ട് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ അതില് ഞാൻ ഈ യു വി റേനെ മാത്രമായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യണേ. ആ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്ന് ഞാൻ യു വി റേസിനെ മാത്രമായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാണ്. എനിക്ക് വേണ്ടത് യു വി റേസ് ആണ്, അതുകൊണ്ടാണ് യു റേസ് മാത്രം പറയുന്നത്. യു വി റേസിലേക്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ ഈ 400 to 700 നാനോമീറ്റർ വിസിബിൾ ലൈറ്റ് ആണ്. ഇൻഫ്രാറെഡിന്റെ വേവ് ലെന്ത് പറഞ്ഞേ? 700 നാനോമീറ്റർ ടു പറഞ്ഞു. ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞു തന്നതാ എത്രയാണ് ഇൻഫ്രാറെഡിന്റെ വേവ് ലെന്ത് എന്നുള്ളത്. പറഞ്ഞു. കമന്റ് വീഡിയോ. അറൌണ്ട് 1100 mm. ഓക്കെ, കാണുന്ന ആൾക്കാർ കമന്റ് ചെയ്താലും മതി. 400 താഴോട്ടാണ്, 400 നാനോമീറ്ററിന് താഴോട്ടാണ് യു വി റേസ് വരുന്നത്. തുടങ്ങുന്നത് നമുക്ക് യു വി റേസ് തുടങ്ങുന്നത് ഏതാണ്ട് 100 നാനോമീറ്റർ ആണ്. യു വി റേസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 100 നാനോമീറ്റർ ടു 400 നാനോമീറ്റർ ആണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഈ 100 to 400 നാനോമീറ്ററിനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം. ശരിക്കും ഒരു 3 ടൈപ്പ് ഓഫ് യു വി റേസ് ആയിട്ട് നമുക്ക് തിരിക്കാം. യു വി എ, യു വി ബി, യു വി സി. യു വി എ, യു വി ബി, യു വി സി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഴുതണം. താഴെ എഴുതിയിട്ടുണ്ട്. യു വി സി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 100 to 200 വേവ് ലെങ്ത് ഉള്ള, നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരെയാണ് യു വി സി എന്ന് വിളിക്കുന്നത്. 200 to 300 വരെ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരെയാണ് യു വി ബി എന്ന് വിളിക്കുന്നത്. 300 to 400 വരെ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരെയാണ് യു വി എ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ യു വിയിൽ തന്നെ ഷോർട്ട് വേവും മിഡിൽ വേവും ലോങ് വേവും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പല വേവ് ലെങ്ത് ഉള്ള ആൾക്കാരുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള യു വി റേഡിയേഷൻസ് ഏതാണ്? ഏറ്റവും കുറവ് എനർജി ഉള്ള യു വി റേഡിയേഷൻസ് ഏതാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള യു വി റേഡിയേഷൻ ഏതാണ്? പറയാമോ? ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഈസി ആയിട്ട് പറയാൻ കഴിയും. ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഡനിയിൽ പറഞ്ഞു. ഓക്കെ, ഓർമ്മയുണ്ടോ? വേവ് ലെങ്തിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി. നമ്മൾ അതും പഠിച്ചിട്ടുണ്ടായിരുന്നു. വേവ് ലെങ്തിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എനർജി ഏതാണ്ട് ഒന്നിനെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീക്വൻസി എത്രത്തോളം കുറവാണോ അത്രത്തോളം എനർജി കൂടുതലായിരിക്കും. ലൈക്ക് വേവ് ലെങ്ത് എത്രത്തോളം കുറവാണോ അത്രത്തോളം എനർജി കൂടുതലായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രീക്വൻസി എനർജി ഒരുപോലെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് യു വി സി ആണ്. ഏറ്റവും എനർജൈസ്ഡ് ആയിട്ടുള്ള യു വി റേഡിയേഷൻ ആണ്. ഹൈലി എനർജൈസ്ഡ് ആയിട്ടുള്ള യു വി റേഡിയേഷൻസ് ആണ് യു വി സി. ഹൈലി എനർജൈസ്ഡ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ഹൈ എനർജി റേഡിയേഷൻസ് HER എന്ന് വിളിക്കും. കമ്പാരിറ്റീവ്ലി വേവ് ലെങ്ത് കൂടുതലാണ്, ലെസ് എനർജി ആയിട്ടുള്ള, എനർജൈസ്ഡ് ആയിട്ടുള്ള ആളാണ് യു വി എ. അപ്പോൾ എനർജൈസ്ഡ് ആയതിന് ഒരു ടേം കൂടി നമ്മൾ ഫസ്റ്റ് കൂടുതൽ വിളിച്ചിട്ടുണ്ട്. അയണൈസേഷൻ കപ്പാസിറ്റി ഈസ് വെരി ഹൈ. Ionization capacity is very high for UVC. Ionization capacity is very less for UVA. UVB ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് നിൽക്കും. ഇതാണ് യു വിയുടെ സ്പെക്ട്രം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ക്ലിയർ? ക്ലിയർ ആണോ? എഴുതിയെടുത്തിട്ട് പറഞ്ഞു. ഓക്കെ അല്ലേ? ശരി, മൂവിങ് ഓൺ. ഇത് ബേസിക്സ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്കിനി അറിയേണ്ടത് ആ ജനറൽ പ്രോപ്പർട്ടീസിലേക്ക് പോയി കഴിഞ്ഞാൽ പേജിന്റെ ഓർഡർ ഒന്ന് മാറ്റാം.
ജനറൽ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞു, ബേസിക്സ് ഞാൻ പറഞ്ഞു. ഇത് രണ്ടും ബേസിക്സ് ആയതുകൊണ്ട് ഞാൻ ഇതിനൊരു കാര്യം ചെയ്യാം, ഇതിന് തുടക്കത്തിലേക്ക് വയ്ക്കാം. ബാക്കി നമുക്ക് ഓസോൺ തൊട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. ഓസോൺ നമ്മൾ പറഞ്ഞു, ഓസോണിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ജനറൽ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ട്രോപ്പോസ്ഫിയറിലും ഉണ്ട് സ്ട്രാറ്റോസ്ഫിയറിലും ഉണ്ടെന്നുള്ളത് പറഞ്ഞായിരുന്നു. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ട്രോപ്പോസ്ഫെറിക് ഓസോണിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. റൈറ്റ് ഡൗൺ ദി ഹെഡിങ്. Production and distribution, or production, distribution and properties of tropospheric ozone. ഇവിടെ പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ tropospheric ozone is produced naturally as well as artificially. ഹ്യൂമൻ ഇന്റർഫറൻസ് കൊണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് റിലീസ് ഓഫ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഒരു ടൈപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺ ആണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മുടെ പെട്രോള്, ഡീസൽ, ചിലപ്പോൾ പെർഫ്യൂംസ്, സാനിറ്റൈസേഴ്സ്, ഇതൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സോ പ്രൊഡക്ഷൻ ഓഫ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇതെങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെഹിക്കിൾ എമിഷൻ വഴി ഉണ്ടാവുന്നുണ്ട്, അതല്ലാണ്ട് ഇവാപ്പറേറ്റേഴ്സ് വഴി ഉണ്ടാവുന്നുണ്ട്, കമ്പഷൻ വഴി ഉണ്ടാവുന്നുണ്ട്, വെജിറ്റേഷൻ, ചില പ്ലാന്റ്സ് ഒക്കെ നാച്ചുറലി VOC എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കുറവ് അളവിലാണ്. ഇങ്ങനെ നാച്ചുറലിയും ആർട്ടിഫിഷ്യലിയും ഈ VOCs ഉണ്ടാവാറുണ്ട്. So this volatile organic compound can become ozone by means of chemical reaction. കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് വോളറ്റൈൽ ഓർഗാനിക് കമ്പൗണ്ട്സ് ഓസോൺ ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് നാച്ചുറലി ഉണ്ടാവുന്നത്, ആർട്ടിഫിഷ്യലി ഉണ്ടാവുന്നതാണ്. ഈ ആർട്ടിഫിഷ്യലി ഉണ്ടാവുന്നതിൽ നമുക്ക് ആർട്ടിഫിഷ്യലി ഓസോൺ ഉണ്ടാവുന്നതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊഡക്ഷൻ ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. എന്താണ് ഫോട്ടോ കെമിക്കൽ സ്മോഗും ഓസോണും തമ്മിലുള്ള റിലേഷൻ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ജസ്റ്റ് പറഞ്ഞുതരാം. ഓൾറെഡി ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എന്നാൽ ഞാൻ ആ കാര്യം പറഞ്ഞുതരാം. ഇതേ റിയാക്ഷൻ തന്നെയാണ് പ്ലാന്റ്സ് ആയാലും ബാക്കിയുള്ള വെഹിക്കിൾസ് ആയി കഴിഞ്ഞാലും ഇൻഡസ്ട്രീസ് ആയി കഴിഞ്ഞാലും ദേ റിലീസ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ടു അറ്റ്മോസ്ഫിയർ. സോ ഒരു അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിയാക്ഷനാണ് ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജനുമായിട്ട് എസ്പെഷ്യലി NO, N2O, NO2 ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. മെയിൻലി UV റേസ് ആണ്. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും ഓക്സൈഡ്സും നൈട്രജനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. ആ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസിൽ പെടുന്ന ആൾക്കാരാണ് ഓസോൺ പ്ലസ് പാൻ പ്ലസ് ആൽഡിഹൈഡ്സ്. ആൽഡിഹൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോർമാലിൻ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് ഒക്കെ ഇല്ലേ, ഫോർമാൽഡിഹൈഡ്, ഇതൊക്കെ. പാൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് കെമിക്കലാണ്. ഈ കൂട്ടത്തിൽ അടുത്ത ആളാണ് ഓസോൺ. അപ്പോൾ ഇവിടെ ഓസോൺ നാച്ചുറലി റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു പൊള്യൂട്ടൻ്റ് ആണ്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് ഒരു പൊള്യൂട്ടൻ്റ് ആണ്. ഈ പൊള്യൂട്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ടാവും. ഓസോണും പാനും ആൽഡിഹൈഡ്സും ഒക്കെ ഉണ്ടാവും. ദേ ദംസെൽസ് ആർ പൊല്യൂട്ടേഴ്സ്. ഈ ആൾക്കാരെല്ലാം ചേർന്നിട്ട് O3യും പാനും ബാക്കി ആൽഡിഹൈഡും ഒക്കെ ചേർന്ന് പ്ലസ് വാട്ടർ വേപ്പർ ഇൻ ദ സെൻസ് ഫോഗും ഒക്കെ ചേരുമ്പോഴാണ് നമുക്കൊരു ആളെ കിട്ടുന്നത് സ്മോഗ് പ്ലസ് ഫോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ടർ വേപ്പറാണ്.
സ്മോക്ക് എന്ന് പറയുമ്പോൾ വെഹിക്കിളിൽ നിന്നൊക്കെ വരുന്ന പുക, ദാറ്റ് ഈസ് വാട്ട് VOCയും NA ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ ഇതിനെയാണ് സ്മോഗ് എന്ന് വിളിക്കുന്നത്. സൺലൈറ്റിന്റെ പ്രസൻസിൽ നടക്കുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് ഇതിന് വിളിക്കുന്ന പേര് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ ഉണ്ടാകുന്ന ഒരു മേജർ റിയാക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ദ ക്രിയേഷൻ ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട 1-2 വാക്കുകളുണ്ട്. പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻറ്റ്. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഇതിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഡയറക്ട്ലി ഒരു പൊല്യൂട്ടന്റിന്റെ ഫോമിൽ എൻ്റർ ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് പ്രൈമറി പൊല്യൂട്ടൻറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും ഓക്സിജൻ നൈട്രജന് ദംസെൽസ് ആസ് പൊല്യൂട്ടൻസ് ആയിട്ടാണ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. ഈ പൊല്യൂട്ടൻസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് വേറെ കുറച്ച് പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നു. അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാകുന്ന പൊല്യൂട്ടൻസിനാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെയിൻലി ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ ജനറേറ്റഡ് ആസ് എ സെക്കൻഡറി പൊല്യൂട്ടൻറ്റ്. എന്തുകൊണ്ട് ഇത് പൊല്യൂട്ടൻ്റ് ആവുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇത് ഐക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും. എന്തുകൊണ്ട് പൊല്യൂട്ടൻ്റ് ആവുന്നു എന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പ് ഒരു ബ്രീത്തബിലിറ്റിയുടെ കേസ് പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ബ്രീത്തബിൾ, ഇറ്റ് കോസസ് ഇറിറ്റേഷൻ, അങ്ങനെയുള്ള റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിക് ഓസോൺ ഇസ് എ പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത്. കൂടുതൽ നല്ലതല്ല. ഹാർഡ്ലി ഒരു 10%, വളരെ 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 കുറവ് കോമ്പൗണ്ട് പെർസെൻറ്റേജ് മാത്രമേ ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ കാണുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ട്രോപ്പോസ്ഫിയറിക് ഓസോണിനെ നമ്മളൊരു പേര് വിളിക്കും, ബാഡ് ഓസോൺ എന്ന് വിളിക്കും. ഇത്രയാണ് നിങ്ങൾ ട്രോപ്പോസ്ഫിയർ ഓസോണിന്റെ കേസിൽ പഠിക്കേണ്ടത്. ക്ലിയർ? അതേഴ്സ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ശരി, ഓക്കെ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണുള്ളത്. ദെൻ മൂവിങ് ഓൺ. ഇത് എഴുതി എടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ മെറ്റീരിയൽ ഷെയർ ചെയ്യാം. അടുത്ത പഠിക്കേണ്ടത് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ക്രിയേഷൻ. എർത്തിൽ കാണുന്ന 90% ഓസോണും കോൺസെൻട്രേറ്റഡ് ആസ് എ തിൻ ലെയർ ഓഫ് 3 to 4 mm ഇൻ സ്ട്രാറ്റോസ്ഫിയർ. എർത്തിൻ്റെ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓസോൺ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോൾസിലാണ്. തിക്നെസ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പോൾസിലാണ്. വൈ ബിക്കോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് വിൻഡ് ബെൽസ്. ജിയോഗ്രഫിയിലൊക്കെ നിങ്ങൾ ഒരുപാട് വിൻഡ് ബെൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ വിൻഡ് ബെൽസിൻ്റെയൊക്കെ എഫക്ട്സ് കാരണമാണ് ഓസോൺ പോൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയറിക് ഹൈറ്റിലാണ്, 12 കിലോമീറ്റർ ഹൈറ്റിലാണ്, 12 to 13 കിലോമീറ്റർ ഹൈറ്റിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ എഴുതുന്ന കാര്യം അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു ഓസോൺ എന്ന് പറയുന്നത് ട്രിപ്പിൾ ഓക്സിജൻ മോളിക്യൂളാണ്. അതായത് ഓ ഓ ഓ ഓക്സിജന്റെ ട്രിപ്പിൾ 3 ഓക്സിജൻ വേണം. 3 ഓക്സിജൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ഷൻസ് ഇത്ര മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. തിരിച്ച് റിവേഴ്സ് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ മതി. O3 കിട്ടണമെന്നുണ്ടെങ്കിൽ O2ൻ്റെ കൂടെ ഒരു O ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. O2ൻ്റെ കൂടെ ഒരു O ആഡ് ചെയ്യുന്നു. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നുള്ളത് 2 സ്റ്റെപ്പായിട്ട് പഠിച്ചാൽ മതി. ഓസോണിൻ്റെ ക്രിയേഷൻ എളുപ്പമാണ്. ഞാൻ ആ ടെംപ്ലേറ്റ് റിയാക്ഷൻസ് എഴുതി കഴിഞ്ഞാൽ ഇമാജിൻ അറ്റ്മോസ്ഫിയറിൽ സ്ട്രാറ്റോസ്ഫിയറിൽ O2 മോളിക്യൂൾസ് ഉണ്ട്. ഈ O2 മോളിക്യൂൾസിലേക്ക് സൺലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകം പറയാണ് UV റേഡിയേഷൻസ്. ഈ UV റേഡിയേഷൻസിൽ പ്രത്യേകം എടുത്ത് പറയാണ് UVA-BC. UVA-BC മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ O2 എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും മായ്ച്ചിട്ട് ഞാൻ കെമിക്കൽ ഫോമിലേക്ക് എഴുതുകയാണ്. ഓസോൺ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് എനർജി. ഈ 3 ആൾക്കാരിൽ ആരായിരിക്കും ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ? ഏത് ടൈപ്പ് ഓഫ് UV റേസിനാണ് ഓക്സിജന്റെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി ഉള്ളത്? നമ്മൾ എനർജിയുടെ കേസിൽ പറഞ്ഞായിരുന്നു, 3 ആൾക്കാരെ പറഞ്ഞായിരുന്നത് ഏറ്റവും എനർജൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞായിരുന്നു. യെസ്,
യു വി സി ആണ് മോസ്റ്റ് എനർജൈസ്ഡ് ആയിട്ടുള്ള ആൾ. ഇപ്പോൾ യു വി സി ആണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. യു വി സി കഴിഞ്ഞാൽ പിന്നെ യു വി ബിക്കും ചെയ്യാം, കാരണം യു വി ബിക്ക് അത്യാവശ്യം എനർജി ഉണ്ട്. യു വി എക്ക് അതിന് മാത്രം എനർജി ഒന്നും ഇല്ല, അത് പാസ് ചെയ്ത് പോകും. ഓക്സിജൻ ഒന്നും അത് ശല്യം ചെയ്യത്തില്ല. യു വി എ യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെ എർത്തിലേക്ക് എത്തും. ഓക്കെ, അതിൻ്റെ നമുക്ക് തൊട്ടടുത്ത വരിയിൽ അതിൻ്റെ വർക്കിംഗ് പഠിക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു ലൈൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടും, കാര്യം കിട്ടും. യു വി എക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ല. യു വി എ ഒരു പ്രശ്നവും ഉണ്ടാക്കൂല. സോ ഇറ്റ് പാസസ്, ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ റിയാക്ഷൻ. യു വി ഒരു റിയാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, യു വി ബിയും സി ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം 100% പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് യു വി സി ആണ്. യു വി സിക്ക് ഞാൻ പറഞ്ഞായിരുന്നു എനർജി കൂടുതലായതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിനെ ഇ യു വി എന്ന് വിളിക്കുകയാണ്. യു വി ഇൻ ദ സെൻസ് എനർജൈസ്ഡ് യു വി റേഡിയേഷൻ എന്ന് വിളിക്കുകയാണ്. ഇമാജിൻ ഒരു ഇരിക്കുകയാണ്, ഓക്സിജൻ മോളിക്കൂൾ ഇരിക്കുകയാണ്, ഇതിലേക്ക് യു വി റേസ്, പ്രത്യേകിച്ച് യു വി സി വരുന്നു, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഓക്സിജൻ 2 ഓക്സിജൻ സ്പ്ലിറ്റ് ആവുന്നു. ദിസ് ഈസ് ഹൈലി റിയാക്റ്റീവ്. ഈ ഒരു ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. അവർക്ക് ആരുമായിട്ടെങ്കിലും റിയാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ഓക്സിജൻ മോളിക്കൂൾ അവിടെ ഇരിക്കുന്നതും ഇയാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒറ്റ സിംഗിൾ ഓക്സിജൻ വന്നത് ഈ ഡബിൾ ഓക്സിജൻ മോളിക്കൂളായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ട്രിപ്പിൾ ഓക്സിജൻ മോളിക്കൂൾ ഉണ്ടാവുന്നു. ഓക്കെ, ദിസ് ഈസ് ഹൗ ഓസോൺ ഈസ് ക്രിയേറ്റഡ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഓക്സിജൻ മോളിക്യൂളിലേക്ക് എനർജൈസ്ഡ് യു വി റേഡിയേഷൻസ് വന്ന് ഹിറ്റ് ചെയ്യുന്നു, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു രണ്ട് മിറർ റിയാക്ഷൻസ് ആണ്, താഴേക്കുള്ള നോക്കണമെന്നില്ല, രണ്ടും ഒരേപോലെയാണ്. ഈ ഒരു ഓക്സിജൻ എന്നിട്ട് വേറൊരു O2 മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓസോൺ ഉണ്ടാവുന്നു. മറ്റേ ആളിൻ്റെ ഇവിടെ അതേപോലെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണ്? ദിസ് ഈസ് ഹൗ ഓസോൺ ഈസ് ക്രിയേറ്റഡ്. ഓക്കെ അല്ലേ? സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ക്രിയേഷൻ. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒത്തിരി ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ്. ഈ ബോണ്ടിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഈസ് ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി. ഒരു കെമിക്കൽ ബോണ്ടിനകത്ത് കെമിക്കൽ എനർജി ഈസ് ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി. സയൻസിനേക്കുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്താ റിലീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി ഈസ് റിലീസ്ഡ്, അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഈസ് റിലീസ്ഡ്. കെമിക്കൽ എനർജി റിലീസ് ചെയ്യുന്നത് എന്തിൻ്റെ ഫോമിലായിരിക്കും? ഹീറ്റ് എനർജിയുടെ ഫോമിലായിരിക്കും. ഓസോണിന്റെ ബ്രേക്കേജ്, ബോണ്ട് ബ്രേക്ക് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് സ്ട്രാറ്റോസ്ഫിയറിൽ ഒത്തിരി ഹീറ്റ് റിലീസ് ചെയ്യും, വിച്ച് മേക്സ് സ്ട്രാറ്റോസ്ഫിയർ വാമർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൗ ക്യാൻ യു കോറിലേറ്റ് വിത്ത് ദിസ് ഗ്രാഫ്? ഇവിടെ കാണിച്ച ഗ്രാഫുമായിട്ട് ഇനി പറയാവോ എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചർ കൂടി വരുന്നുള്ളത്, ഈ ഒരു ടെൻഡൻസി? ക്ലിയർ ആണോ? ഈ ഓസോൺ പ്രൊഡക്ഷൻ സമയത്ത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി എല്ലാം ഇവിടെ ആയിട്ടല്ലേ വരുന്നത്. ദിസ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. ക്ലിയർ? ഓക്കെ ആണോ? സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ പ്രൊഡക്ഷൻ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശരി. ഇതാണ് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ക്രിയേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കാം, സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഓസോന്റെ ക്രിയേഷൻ നടക്കുന്നത് പോലെ തന്നെ ഓസോന്റെ ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു O3 മോളിക്കൂൾ ഇരിക്കട്ടെ, യു വി റേഡിയേഷൻസ് വന്ന് വീഴുന്നത് O3-യിലാണെന്നുണ്ടെങ്കിൽ ഇത് O2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, O2 O ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ ഇയാൾ ഉടനെ തന്നെ അടുത്ത O2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് O3 ആയിക്കോളും. നമുക്കിതിനെ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ O2 + O റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഇതാണ് ഓസോൺ റിയാക്ഷൻ. ഓക്കെ, ഇതിൽ റേറ്റ് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ക്രിയേഷൻ ഓഫ് O3 ഈസ് നാച്ചുറലി മോർ ദാൻ ഡിസ്ട്രക്ഷൻ. അതുകൊണ്ടാണ് അവിടെ ഒരു തിക്ക് ലെയർ ഓഫ് ഓസോണിന്റെ ഡിപ്പോസിഷൻ ഉള്ളത്. സോ ക്രിയേഷൻ, ഡിസ്ട്രക്ഷൻ, ഇതൊരു ഫൈൻ ബാലൻസിലാണ് സ്ട്രാറ്റോസ്ഫിയറിൽ അങ്ങ് നടന്നു പോകുന്നത്.
ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇതിനപ്പുറത്തേക്കൊന്നും അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ ഏറ്റവും ഫണ്ടമെന്റൽസ് ആണ്. ദേ ഇവിടെ ഓസോണിന്റെ അബണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ എത്രയുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. സ്ട്രാറ്റോസ്ഫിയർ ഈ ഒരു ആൾട്ടിറ്റ്യൂഡിലാണ്, 15 to 25 ഓസോണിന്റെ അബണ്ടൻസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഗ്രാഫ് ക്ലിയർ അല്ലേ? അടുത്ത ഹെഡിങ് എഴുതിക്കോ. സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ലെയർ വർക്കിംഗ്. ഈ ഫിഗർ ഇനി നിങ്ങൾക്ക് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ആലോചിച്ച് നോക്ക്, ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. UVC, energized UV radiation, will participate in ozone creation and destruction. So never comes to surface. UVB പാർഷ്യലി ഏർപ്പെടുന്നുണ്ട്, വളരെ കുറച്ച് UVB താഴേക്കെത്തും. UVAക്ക് ലെസ് എനർജിയാണ്, ഡോൺ പാർട്ടിസിപ്പേറ്റ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ദേ കംപ്ലീറ്റ്ലി റീച്ചസ് എർത്ത് സർഫസ്. ലെസ് എനർജി ആയതുകൊണ്ട് തന്നെ, ലെസ് അയോണൈസിങ് ആയതുകൊണ്ട് തന്നെ ദീസ് ആർ ഹാംലെസ് UV. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. എങ്കിലും കണ്ടിന്യൂസ്ലി UVAയുടെ എക്സ്പോഷറൊക്കെ ഉണ്ടാകുന്നത് സ്കിന്നിനൊക്കെ പ്രശ്നമാണ്. കണ്ടിന്യൂസ്ലി വല്ലപ്പോഴും കൊണ്ടുവന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ UVB ഒക്കെ ഒത്തിരി കൊണ്ടു കഴിഞ്ഞാൽ സൺബേൺ പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും, സ്കിൻ ക്യാൻസർ പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അത്രയും എനർജൈസ്ഡ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. അതുകൊണ്ടാണ് നട്ടുച്ചയ്ക്കെന്നും നൂൺ ടൈമിലൊന്നും സൺലൈറ്റ് കൊള്ളരുതെന്ന് പറയുന്നത്. അതിനകത്ത് UVB ആയിരിക്കും കൂടുതലും വരിക, സാറിന് അത്രയും സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഡേ ടൈം, ഈവനിങ്, മോർണിംഗ് ഇതിലൊക്കെ നമുക്ക് വരുന്ന സൺലൈറ്റിനകത്ത് കൂടുതൽ UVA ആയിരിക്കും. ഈ ഒരു വർക്കിംഗ് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി എൻ്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഓസോൺ ലെയർ എന്ന് പറഞ്ഞ ലെയർ ആകെ 3 to 4 mm തിക്നെസ്സിലുള്ള ഈ ഓസോൺ ലെയർ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ റിയാക്ഷൻസ് എല്ലാം ഇവിടെ നടക്കുന്നതും. UVCന് ഓസോൺ ലെയർ പ്രിവെൻസ് UVC completely and UVB largely allow UVA to pass through. ഇതാണ് വർക്കിംഗ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇമാജിനേഷൻ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിക്കും. സ്പീഡ് കൂടുതലല്ലോ, അടുത്തേക്ക് പോട്ടെ. ശരി, അപ്പൊ എൻ്റെ ചോദ്യം, ഈ ഓസോൺ ലെയർ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഓസോൺ ലെയർ ഇവിടെ ഇല്ലാതിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പറഞ്ഞു. ഓസോൺ ലെയർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്ന വ്യത്യാസം? യെസ്, വാട്ട് ഇഫ് ozone layer is not there? UVC and UVB reach earth surface. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇമ്പാക്ട്സ് ആണ്. സ്കിൻ ക്യാൻസർ, റിഡക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ്, destruction of natural tissues, plant tissues, blindness, etc. ഓസോൺ ലെയർ ഇല്ല എന്നുണ്ടെങ്കിലാണ് വിഷയം.
നമ്മുടെ ഇവിടുത്തെ ചോദ്യം, ഇവിടുത്തെ പ്രശ്നം ഓസോൺ ലെയർ ഇല്ലാത്തതല്ല. അവർ പ്രോബ്ലം ഈസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓസോൺ ലെയർ. Destruction of ozone layer. And the question is, by answer is, the question is who? Like what? What causes the destruction? Answer എന്താ? ആരാ destroy ചെയ്യുന്നത്? Yes, HFC is wrong answer. HFC എന്നല്ല, wrong answer. CFC ഉണ്ട്. ഓക്കെ, ജനറലി പറഞ്ഞാൽ മതി. നമുക്ക് ആരാണ് ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ODP എന്ന് പറഞ്ഞാൽ മതി. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ആണ് ഓസോൺ ലെയറിന്റെ ഡിസ്ട്രക്ഷന് കാരണമാവുന്നത്, ഈ കാരണമാക്കുന്നത്. നമുക്ക് ഇനി അടുത്ത പഠിക്കേണ്ടത് വാട്ട് ആർ ODPs എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓസോൺ ലെയർ ഡിസ്ട്രിക്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ എന്താണ് ഈ ഓസോൺ ലെയർ ഡിസ്ട്രക്ഷൻ എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം. ഈ ഓസോൺ ലെയർ ഡിസ്ട്രക്ഷന്റെ ഒരു എക്സ്ട്രീം കേസാണ് ക്രിയേഷൻ ഓഫ് ഓസോൺ ഹോൾ. ഇതിൻ്റെ ഒരു എക്സ്ട്രീം കേസാണ് ക്രിയേഷൻ ഓഫ് ഓസോൺ ഹോൾ. ഈ ക്രിയേഷൻ ഓഫ് ഓസോൺ ഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് measure the density of ozone molecule in stratosphere. സ്ട്രാറ്റോസ്ഫിയറിലെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം ഓസോൺ മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതാണ് ഡോപ്സൺ സ്കെയിൽ അല്ലെങ്കിൽ ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. എത്രത്തോളം ഡെൻസർ ആണ് ഒരു സ്ഥലത്ത്, എത്രത്തോളം ഓസോൺ മോളിക്യൂൾസ് കാണുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്ത് നോക്കുന്നത് ഡോപ്സൺ സ്കെയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഡോപ്സൺ സ്കെയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് റിലേറ്റീവ്ലി in polar region, especially Antarctica, relatively in polar region, the thickness of ozone layer is less. അതായത് ആവറേജ് വേണ്ട ഒരു 3 to 4 mm നിന്ന് ഒരു 1 to 2 mm തിക്നെസ് കുറയും. സഡൻലി പോളാർ റീജിയൻ എത്തുമ്പോഴത്തേക്ക് കുറയും. ദിസ് ഈസ് ടേംഡ് ആസ് ഓസോൺ ഹോൾ. അല്ലാണ്ട് അവിടെ ഒരു ഓട്ട ഇട്ടു എന്നുള്ളതല്ല, ആബ്സെൻസ് ഓഫ് ഓസോൺ മോളിക്യൂൾ എന്നാണ് മീൻ ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കുന്നത് 1950s 1960s ആവുന്നതിൻ്റെ ഏർലി ഇൻഡിക്കേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്റാർട്ടിക് റീജിയനിൽ നോക്കുമ്പോഴത്തേക്ക് റിലേറ്റീവ് ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഓസോൺ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ഗ്രീൻ കളറാണ്. സ്കെയിലിൽ ഗ്രീൻ മാറി 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 ബ്ലൂ ആവും തോറും ഓസോണിൻ്റെ ആ ഒരു കണ്ടന്റ് കുറവെന്നുള്ളതാണ് മീനിങ്. അപ്പോൾ അന്റാർട്ടിക്കയുടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓസോണിൻ്റെ നമ്പർ കുറവ്, ഓസോൺ മോളിക്യൂൾ നമ്പർ കുറവാണ്. അതിന് ചുറ്റിനും അത്യാവശ്യമുണ്ട്. ദിസ് ഈസ് വാട്ട് ഓസോൺ ഹോൾ. അപ്പോൾ ഈ ഓസോൺ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓസോൺ ലെയർ ഓൾ ഓവർ എർത്തിൽ ഓസോൺ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് അന്റാർട്ടിക്കയുടെ മേളിലാണ്. സോ ദിസ് ഈസ് വാട്ട് ഡിസ്ട്രക്ഷൻ ഓഫ് ഓസോൺ ലെയർ ആൻഡ് ക്രിയേഷൻ ഓഫ് ഓസോൺ ഹോൾ. ഇത് കാരണമാക്കുന്ന ആളാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് ശരി. ഇവിടെ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 1979 അന്റാർട്ടിക്കയുടെ മുകളിൽ അത്യാവശ്യം ഗുഡ് നമ്പർ ഓഫ് ഓസോൺ മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. 2000s ആയപ്പോഴത്തേക്ക് കണ്ടോ വളരെ കുറവായിരുന്നു. ഓസോൺ ഹോളിൻ്റെ അല്ലെങ്കിൽ ഓസോൺ ലെയറിൽ അന്റാർട്ടിക്കയുടെ മേലുള്ള ഓസോണിൻ്റെ നമ്പറിൽ വളരെ കുറവ് വന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു മേജർ റീസൺ ആയിട്ട് പറയുന്നത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ആരാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്?
ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ മേജർ ആയിട്ടുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്: ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, മീഥൈൽ ബ്രോമൈഡ്, 2 പ്രാവശ്യം ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, ഹൈഡ്രോ ബ്രോമോ ഫ്ലൂറോ കാർബൺസ്, മീഥൈൽ ക്രോമൈൻ. ഇത് മീഥൈൽ ക്ലോറൈഡ് എന്ന് എടുത്താൽ മതി. ഒന്ന് മീഥൈൽ ബ്രോമൈഡും ഒന്ന് മീഥൈൽ ക്ലോറൈഡും. മീഥൈൽ ബ്രോമൈഡും മീഥൈൽ ക്ലോറൈഡും. കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഹാലോൺസ്. ഹാലോൺസ് എന്ന് പറയുന്നത് ജനറലി ബ്രോമിനേറ്റഡ് കോമ്പൗണ്ട്സ്, ബ്രോമിനേറ്റഡ് അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് കോമ്പൗണ്ട്സ്. These are the major ozone depleting substances. നീ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്തു. അപ്പോൾ ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് നേരത്തെ പറഞ്ഞതുപോലെ, ഓസോണിന്റെ കേസ് പറഞ്ഞ പോലെ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എക്സിസ്റ്റ് ബോത്ത് നാച്ചുറലി ആൻഡ് ആർട്ടിഫിഷ്യലി. 90% ആർട്ടിഫിഷ്യലി ആണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നാച്ചുറലി ഒരു 10%, ലൈക്ക് വോൾക്കാനിക് ഇറപ്ഷൻസ് പോലുള്ള ആക്ടിവിറ്റി വഴി കുറച്ച് ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ വോൾക്കാനിക് ഇറപ്ഷൻ വഴി ഉണ്ടാകുന്നതിൻ്റെ എക്സാമ്പിളാണ് മീഥൈൽ ബ്രോമൈഡും മീഥൈൽ ക്ലോറൈഡും. വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മീഥൈൽ ബ്രോമൈഡും മീഥൈൽ ക്ലോറൈഡും. ഇപ്പം നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എല്ലാം ജസ്റ്റ് ഇവിടെ പറയാണ്, naturally producing ozone depleting substances hardly leave troposphere. അവർ സാധാരണ ട്രോപ്പോസ്ഫിയർ വിട്ട് പുറത്തു പോകാറില്ല. ട്രോപ്പോസ്ഫിയർ വെച്ച് തന്നെ അവരെന്ത് ചെയ്യും? ഇല്ലാതായി പോകും. ഷോർട്ട് ലീവ്ഡ് ആണ്. ദേ ആർ ഷോർട്ട് ലീവ്ഡ്. എക്സാമ്പിൾ മീഥൈൽ ക്ലോറൈഡ്, അയോഡിൻ. അയോഡിനൊക്കെ ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്, പക്ഷെ ഓസോണായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവരൊക്കെ ഷോർട്ട് ലീവ്ഡ് ആണ്. അവർ പെട്ടെന്ന് തന്നെ ട്രോപ്പോസ്ഫിയറിൽ വെച്ചിട്ട് തന്നെ അവർ ഈ മരിച്ചു പോകും. ഇൻ ദ സെൻസ് ഡീഗ്രേഡ് ചെയ്ത് പോകും. ഇറ്റ് ഈസ് ദോസ് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് റീച്ചസ് stratosphere and cause ozone depletion. ക്ലിയർ ആണോ? ഓക്കെ. ഇവിടെ പ്രോസസ് ഓഫ് ozone depleting substances depleting ozone കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റെഫർ. നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ അല്ലാതെ പറഞ്ഞുതരാം, ഇത് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. സെക്കൻഡ് ഇല്ല. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയൊക്കെയാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആർ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് ഇൻ, പറഞ്ഞോ. ഇത് പല പ്രാവശ്യം ഒരു 2 വർഷത്തെ PVQ ആണ്. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ യൂസ് ആസ് ഫോം റെഫ്രിജറൻസ്, എയർ കണ്ടീഷനിങ്, പിന്നെ ഫോംസ് അല്ലെങ്കിൽ ലാദർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വേറെ എവിടെയൊക്കെ? ഫയർ ഫൈറ്റിംഗ് ഏജൻസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് സോ ഓൺ.
ഒത്തിരി സ്ഥലത്ത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ യൂസ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് ഇൻഡസ്ട്രി, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെഫർ ചെയ്തേക്കാം. റെഫർ the use of ozone depleting substances in different industries. അത് നിങ്ങളൊന്ന് റെഫർ ചെയ്തേക്കാം. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ നിർത്താം. മീൻസ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം അടുത്ത വീഡിയോ ഇടാം. ഇപ്പോൾ 1 മണിക്കൂർ ഏകദേശം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പ്രത്യേകം കേട്ടിരിക്കുക, ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഇത് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇതുണ്ടെങ്കിലാണ് നമുക്ക് അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. റിയാക്ടിവിറ്റി ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റീസൺ ഒന്നും പഠിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞിരുന്ന അങ്ങ് കേട്ടിരുന്നാൽ മതി. ഇതിൻ്റെ റീസൺ കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നത് മാത്രം ജസ്റ്റ് കേട്ടിരുന്നത്, അത് റിയാക്ടിവിറ്റി ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മീഥൈൽ ക്ലോറൈഡ്, മീഥൈൽ ബ്രോമൈഡ്, CCl4, CFC, HBFC, HCFC, ഇങ്ങനെ ഏത് ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കോമൺ ആയിട്ടൊരു 3 ആൾക്കാരുണ്ട് എനിക്ക് കാണാൻ കഴിയും. കോമൺ ആൾക്കാർ എന്ന് പറയുന്നത് ക്ലോറൈഡ്, ബ്രോമൈഡ്, ഫ്ലൂറൈഡ്, അല്ലെങ്കിൽ ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ. ഈ 3 ആൾക്കാർ കോമൺ ആണ്. ഇതിൽ മോസ്റ്റ് റിയാക്റ്റീവ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ബ്രോമിനേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. മോസ്റ്റ് റിയാക്റ്റീവ്, മോസ്റ്റ് ഡേഞ്ചറസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് കപ്പാസിറ്റി, ബ്രോമിനേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്. ദെൻ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഈ റിയാക്ടിവിറ്റി ഇത് കെമിക്കൽ റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ടാണ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇലക്ട്രോ നെഗറ്റിവിറ്റി ബന്ധപ്പെട്ടാണ് ഈ റിയാക്ടിവിറ്റി പറയുന്നത്. നിങ്ങൾ ഇത്രമാത്രം അറിഞ്ഞു വെച്ചാൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ബ്രോമിനേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് വാട്ട് അബൌട്ട് ഫ്ലൂറൈഡ് കോമ്പൗണ്ട്സ്, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പറഞ്ഞു തരുന്ന കാര്യം ഒന്നുകിൽ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. കോമ്പൗണ്ട്സ് containing fluoride, only fluoride, do not cause ozone depletion. അതായത് HFC, HFCക്കകത്ത് ബ്രോമിനും ഇല്ല, ക്ലോറിനും ഇല്ല, ഫ്ലൂറിൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അതേസമയം HBFC എന്നോ HCFC എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരാ വില്ലൻ? ഫ്ലൂറിൻ അല്ല വില്ലൻ, ബ്രോമിനും ക്ലോറിനുമാണ് വില്ലൻ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇപ്പം നിങ്ങൾ ഇതിനകത്ത് എലമെന്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റലി പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ HFC എന്ന് പറയുന്നത് ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ല. ഇത് എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്യൂരിയസ് ഉള്ള ആൾക്കാർ വൈ ഫ്ലൂറിൻ ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ റിയാക്ഷൻ വിത്ത് ഓസോൺ, സംതിങ് റിലേറ്റഡ് ടു ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പീരിയോഡിക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നിങ്ങൾ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ വായിച്ചോളൂ. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആളാണ് ഫ്ലൂറിൻ. സെക്കൻഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആളാണ് ഓക്സിജൻ. രണ്ട് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമോ? 2 പേർക്ക് ഇലക്ട്രോൺ റിസീവ് ചെയ്യാനേ താല്പര്യമുള്ളൂ, ആർക്കും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. ഒരാൾ ഇലക്ട്രോ പോസിറ്റിവിറ്റിയും ഒരാൾ ഇലക്ട്രോ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ കെമിക്കൽ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഫ്ലൂറിൻ മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ 2 പേർക്കും എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്, ഫ്ലൂറിനും ഓക്സിജനും. സോ റിയാക്ഷൻ നടക്കത്തില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ?
ക്ലിയർ ആണോ? ഇതൊക്കെ അത്രയും മാത്രം അതിരുന്നാൽ മതി. ഇനി അപ്പുറത്തേക്ക് വരണ്ടേ, നിങ്ങൾ ഏറ്റവും ഫണ്ടമെന്റലി HSC ഓസ്മോ ഡിപ്ലീറ്റിംഗ് അല്ല എന്നുള്ളത് പഠിച്ചിരുന്നാൽ മതി. ക്ലിയർ? ഇവിടെ ഓസോൺ അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിൻ്റെയൊക്കെ ആ ഒരു 99 തൊട്ട് 2020 വരെയുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റെഫർ. താല്പര്യമുണ്ടെങ്കിൽ നോക്കിയൊക്കെ. ഇവിടെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പഠിക്കണമെന്നില്ല. നോട്ട് നീഡഡ് ഇൻ എക്സാം. മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്താണ് ഈ പ്രോസസ്സ് എന്നുള്ളതാണ്. പ്രോസസ് ഇൻ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു HCFCO HBFCO അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിയെന്നിരിക്കട്ടെ. ട്രോപ്പോസ്ഫിയറിൽ നിന്നും സ്ട്രാറ്റോസ്ഫിയറിലേക്ക് ബൈ മീൻസ് ഓഫ് വിൻഡ് ഇവരെത്തിപ്പെടും. ഞാനത് ക്ലോറിൻ്റെ എഫക്ട് ഇത് വെച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ, ക്ലോറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് മാത്രമേ പറയുന്നുള്ളൂ. HCFC വിൽ പ്രൊഡ്യൂസ് ഫ്രീ ക്ലോറിൻ. എങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി റിയാക്ഷൻസ് വേറെ വരുന്നുണ്ട്, അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ക്ലോറിൻ, ദിസ് ഈസ് ഹൈലി റിയാക്റ്റീവ്. സോ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഈ ക്ലോറിൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമാജിൻ ഒരു ഓസോൺ മോളിക്യൂൾ ഉണ്ട്. ഈ ഓസോൺ മോളിക്യൂള് ആയിട്ട് ഈ ഫ്രീ ക്ലോറിൻ അങ്ങ് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ClO എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും പ്ലസ് O2 ആയിട്ട് മാറും. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു O3 മോളിക്യൂളിനെ അതെ O2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ക്ലോറിൻ മോണോക്സൈഡുമായിട്ട് മാറി. ദിസ് ഈസ് ക്ലോറിൻ മോണോക്സൈഡ്. ക്ലോറിനെ പോലെ തന്നെ ഈ ക്ലോറിൻ മോണോക്സൈഡും വളരെ റിയാക്റ്റീവ് ആണ്. ഈ ക്ലോറിൻ മോണോക്സൈഡ് അടുത്ത ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ പോയിട്ട് അടുത്ത ഒരു ഓസോൺ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യും. ഇതിവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓക്സിജൻ ഓസോണിന് കൊടുക്കും. വീണ്ടും അവിടെ ഒരു ഫ്രീ ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാവും. എന്നിട്ട് അവിടെ 2 ഓക്സിജൻ ഉണ്ടാവും. കണ്ടോ? ഇവിടെ 3+1 4, ഇവിടെ കണ്ടോ 2 × 2 4. ബാലൻസ് ചെയ്യുന്നത് പണ്ട് കെമിസ്ട്രിയിൽ കൂടി പഠിച്ചിട്ടില്ലേ? ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അവിടെ ആകെ പഠിക്കേണ്ടത് ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. ക്ലോറിൻ, ഫ്രീ ബ്രോമിൻ, ദീസ് ആർ ഹൈലി റിയാക്റ്റീവ് ആൻഡ് സ്പ്ലിറ്റ്സ് ഓസോൺ മോളിക്യൂൾ. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, അല്ലാണ്ട് ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ദിസ് ഈസ് പ്യൂർലി കെമിസ്ട്രി, നോട്ട് നീഡഡ് ഇൻ എക്സാം. മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിക്കും, അല്ലെങ്കിൽ വേണ്ട. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സോ ഈ ഒരു പ്രോസസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഈസ് മോർ ദാൻ ദ റേറ്റ് ഓഫ് ക്രിയേഷൻ ഓഫ് ഓസോൺ നാച്ചുറലി ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഓസോൺ പ്രൊഡക്ഷൻ പ്രോസസ്സിനെക്കാളും വളരെ ഫാസ്റ്റാണ് ഈ ആർട്ടിഫിഷ്യലി നടക്കുന്ന ഈ ഒരു പ്രോസസ്സ്. ബിക്കോസ് ഓഫ് ദാറ്റ് ഈ കാണുന്ന റിസൾട്ട് ഉണ്ടാവും. കണ്ടോ? പതുക്കെ ഓസോൺ ലെയറിന്റെ തിക്നെസ് ഓവർ അന്റാർട്ടിക്ക കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്ര ഓക്കെ അല്ലേ? സോ എനിക്ക് കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് അന്റാർട്ടിക് ഓസോൺ ഹോൾ? Why is it produced? When is it produced? Another ചോദ്യം, what are the countermeasures? What are the countermeasures? What is the present status?
we need to address these 5 questions, which we do in next video. Clear ആണോ? ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം ഓക്കെ അല്ലേ? ഓസോണിന്റെ ഫണ്ടമെന്റൽ തുടക്കത്തിലുള്ള ഇത്രയും പോർഷൻസ് ഓക്കെ അല്ലേ? ശരി. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത റെക്കോർഡിങ്ങിൽ അടുത്ത വീഡിയോയിൽ പറയാം.